ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗ്ലാദേശിന്റെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി ഇന്ത്യ ബംഗ്ലാദേശിനെ സംബന്ധിക്കുന്ന വാർത്തകൾ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ വൈറലായിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയാണ് സംരക്ഷണം നൽകിയിരിക്കുന്നത്. അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരായ യൂനിസ് സർക്കാർ ചെയ്തു കൂട്ടുന്ന മനുഷ്യത്വ രാഹിത്യത്തെ സംബന്ധിച്ച് ഇന്ത്യ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും യഥേഷ്ടം അത് തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ഹിന്ദുക്കൾക്ക് എന്ത് സംഭവിച്ചു, അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയേണ്ടതുണ്ട്. എവിടെയായിരുന്നാലും ഇരകളോടൊപ്പം നിൽക്കേണ്ടത് മാനുഷിക ധർമ്മമാണ്. ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ നൂർ അൽ ഇസ്ലാമിനെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇന്നലെ ധാക്കയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണോയ് വർമ്മയെ ബംഗ്ലാദേശ് സർക്കാർ വിളിച്ചു വരുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടിയും വരുന്നത്. പശ്ചിമ ബംഗാളിലെ മാൾഡ അതിർത്തിയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള മയക്കുമരുന്ന് സംഘത്തിന് നേരെ BSF വെടിയുതിർത്ത സംഭവമാണ് നടപടികൾക്ക് ആധാരം. കുറ്റകൃത്യരഹിത അതിർത്തി ഉറപ്പാക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണെന്നും കുറ്റവാളികളുടെ നീക്കം, കള്ളക്കടത്ത് എന്നീ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിനും സുരക്ഷയ്ക്കുമായി അതിർത്തിയിൽ വേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താനാണ് ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറിയെ കണ്ടതെന്നും ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണോയ് വർമ്മ പ്രതികരിച്ചു. ഇന്ത്യ ബംഗ്ലാ അതിർത്തിയിലെ 5 സ്ഥലങ്ങളിലായി ഇന്ത്യ വേലി കെട്ടുന്നത് ഉഭയകക്ഷി കരാറുകൾക്ക് വിരുദ്ധമാണെന്നും മേഖലയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമെന്ന ധാക്കയുടെ ആരോപണത്തിന് പിന്നാലെയായിരുന്നു ഈ പ്രതികരണം. നമ്മളൊരു ചെറിയ പ്രോപ്പർട്ടി വാങ്ങി, ഒരു സ്ഥലം, ഒരു വീട് വെച്ചു, അതിനകത്ത് അതിർത്തി കെട്ടി അതിനെ സുരക്ഷിതമാക്കുക എന്നത് ആ വീട്ടിലെ ഉടമസ്ഥന്റെ, ആ വീട്ടിലെ താമസക്കാരുടെ ബാധ്യതയാണ്. അതുപോലെ ഈ രാജ്യത്തിന്റെ അതിർത്തി വേലികൾ കെട്ടുക, അതിന്റെ അതിർവരമ്പുകൾ സുരക്ഷിതമായിരിക്കുക, അതിന്റെ അതിരുകൾ സുരക്ഷിതമായാൽ മാത്രമേ ആ രാജ്യത്തിനകത്തുള്ള താമസവും സുരക്ഷിതമാകൂ. അത് കൃത്യമായ രൂപത്തിൽ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ, ശക്തമായ രൂപത്തിലുള്ള അതിർവരമ്പുകൾ ഉണ്ടാക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ നിർബന്ധിതരാണ്. അതിനനുസരിച്ച് ഈ രാജ്യം അങ്ങനെ ഒരു നീക്കുപോക്കുകൾ നടത്തുമ്പോൾ ഇവരെന്തിനാണ് അസ്വസ്ഥരാകുന്നത്? ആ മേഖലയിലെ ആളുകൾ അസ്വസ്ഥരാകേണ്ട കാര്യം എന്താണ്? അയൽവാസി അവരുടെ വീട് മതിലുകൾ കെട്ടിയടച്ച് ഗേറ്റിടുമ്പോൾ മറ്റുള്ളവർ എന്തിനാണെന്നേ അസൂയപ്പെടുന്നതും അവർക്ക് വെകിളി എന്തിനാണ്? അവര് പണം കൊടുത്തു വാങ്ങിയ ഒരു പ്രോപ്പർട്ടി, അതിനകത്ത് പട്ടിയും പന്നിയും കയറരുത്, അതിനകത്ത് അനധികൃതമായി ഒരു മനുഷ്യക്കുഞ്ഞും കയറരുത്, അത് സുരക്ഷിതമാക്കുക എന്നത് പണം കൊടുത്തു വാങ്ങിയവന്റെ ബാധ്യത. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ വേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബംഗ്ലാദേശിന്റെ ആരോപണത്തിൽ അതൃപ്തി ഇന്ത്യ തുടക്കം തന്നെ അങ്ങോട്ട് അറിയിച്ചു. ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ നൂർ അൽ ഇസ്ലാമിനെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ പ്രതിഷേധവും അറിയിച്ചത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ 5 പ്രത്യേക സ്ഥലങ്ങളിലാണ് വേലി നിർമ്മിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നത്. ബംഗ്ലാദേശ് അത് ആരോപിക്കുന്നു, എന്തിനാണ് ഇത്തരം ഒരു വേലി കെട്ടുന്നത് എന്ന്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണോയ് വർമ്മയെ ബംഗ്ലാദേശ് വിളിച്ചു വരുത്തി ഇതിനെ സംബന്ധിക്കുന്ന അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. ഇതിന് മറുപടിയായിട്ട് ഇന്ന് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ അതിന്റെ പ്രതിഷേധം അറിയിച്ചു. ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തികൾ കെട്ടിവരിയേണ്ടത്, അത് സുരക്ഷിതമാക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. അത് ഞങ്ങളുടെ പ്രതിനിധിയെ വിളിച്ചു വരുത്തി നിങ്ങൾ അനിഷ്ടം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല, അതിനകത്ത് ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം അറിയിക്കുന്നു എന്ന് ഇന്ത്യയും. അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള നീക്കം മാത്രമാണ് നടത്തുന്നതെന്ന് ഇന്ത്യ പറഞ്ഞു. ബംഗ്ലാദേശിന് മറുപടിയായിട്ട് വേലി കെട്ടുന്നതും സാങ്കേതിക സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതും സുരക്ഷയുടെ ഭാഗം മാത്രമാണ്. ബംഗ്ലാദേശിന് ആശങ്ക അതിനകത്ത് എന്തിനാണ് എന്ന് ഇന്ത്യ ചോദിച്ചത്. പശ്ചിമ ബംഗാളിലെ മാൾഡ അതിർത്തിയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള മയക്കുമരുന്ന് സംഘത്തിന് നേരെ BSF വെടിയുതിർത്ത സംഭവത്തോടുകൂടിയാണ് വേലി കെട്ടാനുള്ള നീക്കം ഇന്ത്യ സജീവമാക്കിയത്. നിലവിലുള്ള ഉഭയകക്ഷി കരാറിന്റെ ലംഘനമാണ് അതിർത്തി വേലിയിലെ ഇന്ത്യൻ നടപടിയെന്നാണ് ബംഗ്ലാദേശിന്റെ അവകാശവാദം. മദ്രസ ബുദ്ധി വച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഇവർക്ക് ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടാവും. ഇന്ത്യയുമായിട്ടുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശ് തങ്ങളുടെ സൈനിക ശക്തി തുടർച്ചയായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ മാത്രം കാര്യമാണ്. അതിനെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും രാജ്യങ്ങൾ ആകാംക്ഷ പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല, ആകുലരായിട്ട് കാര്യമില്ല.
ധാക്ക തുർക്കിയിൽ നിന്ന് വാങ്ങിയ ഡ്രോണുകൾ ഇന്ത്യയുമായി പങ്കിടുന്ന അതിർത്തിയിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിട്ടും ഇന്ത്യ ഒന്നും പറഞ്ഞിട്ടില്ല. അതേസമയം ലൈറ്റ് ടാങ്കുകൾ വാങ്ങുന്നത് സംബന്ധിച്ചും ധാക്ക തുർക്കിയുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചും ഇന്ത്യക്ക് ആകുലതയില്ല. വ്യോമശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ചൈനയിൽ നിന്നും J-10 യുദ്ധവിമാനങ്ങൾ വാങ്ങാനും രാജ്യം പദ്ധതിയിടുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഇന്ത്യക്ക് ആശങ്കയില്ല. നിലവിൽ 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം 145 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ബംഗ്ലാദേശിന്റെ സൈന്യം ശക്തിയിൽ 35ാം സ്ഥാനത്തുണ്ട്. അതിലും ഇന്ത്യക്ക് പ്രശ്നമില്ല. ധാക്കയിൽ പ്രതിരോധ ബജറ്റ് $3.6 ബില്യൺ ആണ്. അതേസമയം 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഇന്ത്യ പ്രതിരോധ മന്ത്രാലയത്തിന് 6.22 ലക്ഷം കോടി രൂപ അനുവദിച്ചിരുന്നു. മുൻ വർഷത്തേക്കാൾ 4.79% വർധനവുണ്ട്. ബംഗ്ലാദേശ് സൈന്യത്തിലെ ആകെ സജീവ സൈനികർ 1,63,000 ആളുകളാണ്. അതേസമയം അർദ്ധ സൈനിക വിഭാഗത്തിൽ 6,80,000 പേരുണ്ട്. എന്നാൽ ഇന്ത്യൻ സൈന്യം ലോകത്തിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയാണ്. 1.4 ദശലക്ഷത്തിലധികം സജീവ സൈനികർ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ നോക്കി ഇന്ത്യക്ക് ആകുലപ്പെടേണ്ട കാര്യമേ ഇല്ല. അതായത് നമ്മൾ ഇത്തരം ചെറിയ ചെറിയ കാറ്റുകൾക്ക് പിന്നാലെ പോകുമ്പോൾ നമ്മൾ കൊടുങ്കാറ്റായിട്ട് വീശേണ്ടവരല്ലേ. നമുക്കെതിരെ വരുന്ന ചില വിമർശനങ്ങൾ ഉണ്ടല്ലോ, മൈൻഡ് പോലും ചെയ്യാതെ വിടുന്നത് എന്തിനാണെന്ന് അറിയാമോ? അവരെ നമ്മൾ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും എന്താണ് അവർ അടുത്തത് പറയുന്നത് എന്ന് കേൾക്കാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിനെ ബാധിക്കുന്ന, എൻ്റെ സമാധാനത്തെ തകർക്കുന്ന ഒന്നിലേക്കും ഞാൻ തിരിയാറില്ല. എൻ്റെ കുടുംബം, എൻ്റെ സന്തോഷം, അതാണ് എൻ്റെ രീതി. അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൻ്റെ വളർച്ച, ബംഗ്ലാദേശിൻ്റെ തളർച്ച, ബംഗ്ലാദേശിന് എന്ത് ചെയ്യാൻ പോകുന്നു, അതൊന്നും ഇന്ത്യയുടെ വിഷയമേ അല്ല. ബംഗ്ലാദേശിന് ആകെ 320 ടാങ്കുകളുണ്ട്. അതെല്ലാം ചൈനീസ് നിർമ്മിതമാണ്. ബംഗ്ലാദേശിന് 27 പീരങ്കി യൂണിറ്റുകളും 437 ഡോവിഡ് പീരങ്കി യൂണിറ്റുകളുമുണ്ട്. തന്നെയുമല്ല 71 മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സംവിധാനങ്ങളുണ്ട്. ഇന്ത്യ ആശങ്കപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇന്ത്യക്ക് ആശങ്കയില്ല. ബംഗ്ലാദേശ് വ്യോമസേനയ്ക്ക് ആകെ 44 യുദ്ധവിമാനങ്ങളും 16 ഗതാഗത വിമാനങ്ങളും 87 പരിശീലന വിമാനങ്ങളുമുണ്ട്. രാജ്യത്തിന് 73 ഹെലികോപ്റ്ററുകൾ ഉണ്ടെങ്കിലും ആക്രമണ ഹെലികോപ്റ്ററുകളൊന്നുമില്ല. ആളുകളുടെ ശക്തിയുടെയും ആയുധങ്ങളുടെയും കാര്യത്തിൽ ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശ് സൈന്യത്തെക്കാൾ എത്രയോ മേലെയാണ്. നമ്മൾ അങ്ങനെയാണ്. അത്തരം ചെറിയ ചെറിയ ശബ്ദങ്ങളെ ഒന്നും ഇന്ത്യ മൈൻഡ് ചെയ്യാറില്ല. നരേന്ദ്രമോദിക്കെതിരെ ഏതെല്ലാം രൂപത്തിലുള്ള ഭീഷണികളും കിംവദന്തികളും വരുന്നു. നരേന്ദ്രമോദിക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് സൈന്യങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോയിട്ട് 7 അയലത്ത് നിൽക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ മറുപടി പറയാനോ? 1971 യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചു. ഇതാണ് 1971 ഡിസംബർ 16 പാകിസ്ഥാൻ സൈന്യത്തിന്റെ കീഴടങ്ങലിലേക്കും തുടർന്ന് കിഴക്കൻ പാകിസ്ഥാനായിരുന്ന ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലേക്കും നയിച്ചത് എന്ന് പലപ്പോഴും ബംഗ്ലാദേശ് മറക്കുന്നെങ്കിലും ഇന്ത്യ അത് മറന്നിട്ടില്ല.